ഈ രംഗത്തേക്ക്, കാരണം മാപ്പിളപ്പാട്ടിൽ ഇന്നിപ്പോൾ കേരളത്തിൽ നമ്മൾ സെലക്ട് ചെയ്തൊരു 5 പേരെടുത്താൽ അതിലൊരാൾ താങ്കളാണ്. ഏറെ ഒരുപാട് നമ്മുടെ ചാനലുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഗൾഫ് ഷോ ആയിക്കോട്ടെ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ ഈ രംഗത്തേക്കുള്ള കടന്നു വരവ് എങ്ങനെയായിരുന്നു? കുട്ടിക്കാലത്ത് അതിലേക്ക് വന്നോ? ശാസ്ത്രീയമായ പഠനം ഉണ്ടായിരുന്നോ? രക്ഷിതാക്കൾ എന്ന നിലയിൽ ഉപ്പയോ ഉമ്മയോ ഈ രംഗത്ത് ഉണ്ടായിരുന്നോ? എന്തായിരുന്നു അതിൻ്റെ ഒരു? തീർച്ചയായും ഏതിനും ഒരു നമുക്കൊരു ഉത്ഭവം ഉണ്ടാവുമല്ലോ. മദ്രസ സ്കൂൾ തലങ്ങളിലെ കൂടിയിട്ടാണ് 10 വയസ്സ് മുതൽ ഈ കലാരംഗത്ത് സജീവമായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. ഉപ്പയും ഉമ്മയും പാടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പാടുമെന്നാണ് അറിയപ്പെട്ടത്. പക്ഷേ അവർ എൻ്റെ ചെറുപ്പം പ്രായത്തിൽ മരിച്ചവരാണ്. ഉമ്മയൊക്കെ ചെറിയൊരു ഇതില്ലതാണ്. പക്ഷെ എങ്കിലും എങ്ങനെയെന്നറിയില്ല, ഈ പാട്ട് മദ്രസകളിൽ ഉസ്താദന്മാരും അതേപോലെ സ്കൂളിൽ മാഷന്മാരൊക്കെ പാട്ട് പഠിപ്പിച്ച് പാടിക്കാറുണ്ട്. അപ്പം അതൊന്നും എനിക്കറിയില്ല. ഇത് ഞാനിങ്ങനെ ഒന്ന് അവർ പറഞ്ഞത് ഞാൻ ഇങ്ങനെ പാടുന്നു എന്ന് പറയുന്നു. അത് പാട്ട് തന്നെ ഒന്നുമില്ല അറിയില്ലായിരുന്നു. പക്ഷേ പാടി കഴിഞ്ഞപ്പോൾ ജനങ്ങൾ കൈയടിക്കുമ്പോഴാണെന്നല്ലോ നമുക്കറിയാം എന്തോ ഒരു സംഭവം ഉണ്ടെന്ന്. അതിന് അന്നത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പാട്ടുകാരനാവണം എന്നുള്ളത്. ഇടയ്ക്ക് പഠനകാലത്ത് നമ്മുടെ സ്കൂളിന്റെ സംസ്ഥാന തലത്തിലൊക്കെ ഞാൻ തിരൂർ മത്സരിക്കുന്നതിൽ ഞാൻ മാപ്പിളപ്പാട്ടിന് പങ്കെടുത്തിട്ടുണ്ട്. തുടർന്ന് എങ്ങനെയായിരുന്നു ഒരു പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു? ഞാൻ സംഗീതം ഒന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. അതിന് സുഹൃത്തുക്കള് നമ്മളെ നല്ല സുഹൃത്തുക്കളാണ് ഉള്ളത്. ഇപ്പൊ പാട്ട് ഫീൽഡിലുള്ള കുറെ സുഹൃത്തുക്കൾ അവരറിയുന്ന ചില അറിവുകൾ പറഞ്ഞു തരും. അത് മനസ്സിലാക്കി അതുമായി പെരുമാറലാണ്. പിന്നീട് എൻ്റെ ഈ ഗുരുക്കന്മാർ പറയുമ്പോൾ ഓരോ അവസരത്തെ ഘട്ടത്തിലും ഓരോ ഗുരുക്കന്മാരുണ്ടാവും നമുക്ക്. ചിലപ്പോൾ ഒരാളെ പേര് പറയുമ്പോൾ നമുക്കത് വിട്ടുപോകാം. പക്ഷെ എങ്കിലും നമുക്ക് ചില ആ സമയത്ത് സന്ദർഭത്തിൽ വരുന്ന ആളുടെ പേര് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് കുറവാണ്. തീർച്ചയായും എൻ്റെ നാട്ടിലുള്ള ഒരു മുസ്തഫ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഗായകരാണ് ആദ്യ ഒരു ദഫ് പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നത്. അവിടുന്ന് ഈ തൈക്കടപ്പുറം ഫ്രൈഡേ, നീലേശ്വരം തൈക്കടപ്പുറം ഫ്രൈഡേ എന്ന് പറഞ്ഞ ടീമിൽ ഞാൻ പാടാൻ പോകുന്നത്. അവിടെ നിന്ന് ഇബ്രാഹിം ബിരിച്ചൽ എന്ന കലാകാരൻ ഇന്ന് മരണപ്പെട്ടു. അദ്ദേഹത്തുമായി അവിടെ നിന്ന് ആ ടീമിൽ നിന്നും